ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ചങ്ക് ലോഡർ നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്. ബട്ട് ആ വീഡിയോയിൽ പറഞ്ഞത് കുറച്ച് OP ചങ്ക് ലോഡർ ആയിരുന്നു. ഷാസ് ബ്രോ നമുക്ക് ചെയ്യാൻ അനുവാദം തന്നിട്ടില്ല. ഓക്കെ, അപ്പം ഇത് നല്ല സിമ്പിൾ, വളരെ സിമ്പിളായിട്ടുള്ള ചങ്ക് ലോഡറാണ്. ഓക്കെ, വളരെ എളുപ്പമായിട്ടുള്ള ചങ്ക് ലോഡറാണ്. ഏർലി ഗെയിമിൽ വരെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. ആകെ എക്സ്പെൻസീവായിട്ടുള്ളത് കുറച്ച് എൻഡർപ്പുകളാണ്. ഓക്കെ, പിന്നെ സെർവറിൽ ചെയ്യുകയാണെങ്കിൽ നല്ല എഫിഷ്യൻസിയാണ്, കാരണം നല്ല രീതിക്ക് വർക്കാവും. നമ്മൾ അയൺ ഫാമിൻ്റെ അവിടെയാണ് ചെയ്യണത്. അപ്പോൾ ഇതിന് 2 ബക്കറ്റ് വാട്ടർ വേണം. ഓക്കെ, നമ്മൾ റിസോഴ്സൊക്കെ കളക്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇത്ര റിസോഴ്സ് മതി, ഞാൻ പറഞ്ഞില്ലേ, സിമ്പിൾ ചങ്ക് ലോഡറാണ്. ഈ ചവറൊക്കെ ഒന്ന് ഇതിലേക്ക് ഇടട്ടെ. ഓക്കെ, സെറ്റ്. ഈ കൽപ്പും കൂടെ എടുക്കട്ടെ. എന്നിട്ട് ഓക്കെ, പിന്നെ നമ്മളെ ഹൗസിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി കാണാം. നമ്മളെ ചന്തുവിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പോയി കാണുക. ഓക്കെ, ഞാൻ ചെയ്യേണ്ടത് ഈ 8 ബ്ലോക്ക് താഴോട്ട് കുഴിക്കണം. ഓക്കെ, ഇപ്പം 1 2 3 4 5 6 7 8. ഓക്കെ, സെറ്റ്. ഇനി ഇവിടെ ഒരു സോൾ സാൻഡ് വെക്കണം. പ്രത്യേക ശ്രദ്ധിക്കുക, 8 ബ്ലോക്ക് കുഴിച്ച് 9ാമത്തെ ബ്ലോക്കിലല്ല വെക്കേണ്ടി, 8ാമത്തെ ബ്ലോക്കിൽ വെക്കേണ്ടി. ഓക്കെ, ഇനി നമ്മളിവിടെ വെള്ളം ഒഴിച്ചിട്ട് അടിയിൽ പോയിട്ട് ഇത് ഫുള്ള് വാട്ടർ സോഴ്സ് ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കെൽപ്പ് നടണം. ബ്ലോക്കൊന്ന് മിസ്സായിട്ടുണ്ടല്ലോ. ഓക്കെ, അതും ഞാൻ ചെയ്തു. ഇനി ഇവിടെ കെൽപ്പ് നടണം. ഓക്കെ, ഇവിടെ ഫുൾ കെൽപ്പ് നട്ടിട്ട് അത് പൊട്ടിച്ച് കഴിഞ്ഞാൽ വാട്ടർ സോഴ്സ് ആവും. ഓക്കെ, ഫുള്ള് മുകളിൽ വരെ കെൽപ്പ് നട്ടിട്ടുണ്ട്. സെറ്റ്. ഇത് പൊട്ടിച്ച് കളയുക. അപ്പം പൊട്ടിച്ച് കളയുമ്പോൾ ഇത് വാട്ടർ സോഴ്സ് ആയിട്ട് ബബിൾസ് വരും, സോൾ സാൻഡ് ആക്റ്റീവ് ആവും. ഓക്കെ, ആക്റ്റീവായി. ഉണ്ടാവും. ഇനി ഇതിൽ എൻഡർപ്പേൾ യൂസ് ചെയ്യണം. അതിന് മുമ്പ് ഈ എൻഡർപ്പേൾ ആക്റ്റീവ് ആക്കാതെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് ചുറ്റും ഒരു സ്ലാബ് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി സേഫ് ആയിരിക്കും. മറ്റേ വേറെ ഏതെങ്കിലും മോബ്സ് ഇതിലാണ്ട് നടന്നു വരുമ്പോൾ ആ എൻഡർപ്പേൾ ആക്റ്റീവ് ആവും, ചങ്ക് ലോഡർ വർക്കാവില്ല. ആൻഡ് ഈ ബ്ലോക്കും കൂടി പൊട്ടിച്ച് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. അതിക്ക് നമ്മളെ എൻഡർപ്പേൾ യൂസ് ചെയ്യണം. ഡ്രോപ്പല്ല, നമ്മൾ എൻഡർപ്പേൾ എങ്ങനെ യൂസ് ചെയ്യുന്നത് അതേപോലെ യൂസ് ചെയ്യണം. ഓക്കെ, ഈ ബ്ലോക്ക് പൊട്ടിക്കട്ടെ. ഓക്കെ, സെറ്റ്. ഇനി എൻഡർപ്പേൾ എടുത്തിട്ട് അതിലേക്ക് അങ്ങ് യൂസ് ചെയ്യട്ടെ. ഓക്കെ, പൊളി. അപ്പം ഈ ബ്ലോക്ക് പൊട്ടിച്ചിട്ട് വേണം. 2 എൻഡർപ്പേൾ ആക്റ്റീവായി, വേസ്റ്റായി ബ്ലോക്ക് പൊട്ടിച്ചിട്ട്. ഓക്കെ, ഇനി എൻഡർപ്പേൾ യൂസ് ചെയ്യാം. സെൻറ്ററിൽ നോക്കിയിട്ട് യൂസ് ചെയ്യണം. അടിപൊളി. അപ്പം ഞാൻ ഇനി ബാക്കി എൻഡർപ്പേൾ ഒപ്പിച്ചിട്ട് ഇതാ വരുന്നത്. ഓക്കെ, നമ്മൾ 3 എൻഡർപ്പേൾ ഒപ്പിച്ചിട്ടുണ്ട്. 3 അല്ല 2, സോറി. ഇനി എന്താണ് ഗൈസ്, എന്താ ലാസ്റ്റ് എൻഡർപ്പേൾ അതും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ അവിടുന്ന് വീഡിയോ അതിൻ്റെ പോയി. ഓക്കെ, പ്ലീസ്. ഓക്കെ, അപ്പം ഇതിങ്ങനെയാണ് വരേണ്ടത്. ഇപ്പം ചെയ്താൽ ഇപ്പം നമുക്ക് പോയി കഴിഞ്ഞാലും ചങ്ക് ലോഡർ ഇപ്പം ആക്റ്റീവാണ്, വർക്കാകും. ബട്ട് ഇതിലേതേലും മണ്ടന്മാർ വന്ന് വികാതെക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണം. അതിന് ഇതിൻ്റെ മുകളിലൊരു ബ്ലോക്ക് വെക്കട്ടെ. എന്താണ് ഒരു ചങ്ക് ലോഡർ ഉണ്ടാക്കുന്ന യഥാപത് സംഭവം ഇത്രേ ഉള്ളൂ. ഇതിൽ എൻഡർപ്പേൾ ഇടുക, അപ്പം ചങ്ക് ലോഡർ വർക്കാവും. ചങ്ക് ലോഡർ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇതാണ് ഒരു ചങ്ക്. ശരിക്കും ഇതിവിടെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല.
അപ്പോൾ അത് വർക്കാവുന്ന നന്നായി. അപ്പോൾ അടുത്ത വീഡിയോൻ്റെ തുടക്കത്തിൽ ഞാൻ ചങ്ക് ലോഡർ ഉണ്ടാക്കിയിട്ട് ഞാൻ ഇൻട്രോ വരാം. ഈ ചങ്കിൽ ഉണ്ടാക്കണ്ട. ഓക്കെ, ചങ്ക് എന്ന് പറയുന്നത് 16x16 സ്കെയിലുള്ള കുറച്ച് ബ്ലോക്കാണ്. അപ്പം ഗെയിമിങ് ലോഡാവുന്നത് ഓരോ ചങ്ക് വൈസാണ്. അപ്പം ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞേക്കാണെങ്കിൽ ഈ അയൺ ഫാം ഫുൾ ടൈം വർക്കായിരിക്കും. കാരണം ഇത് സെർവറിലായതുകൊണ്ട് ഫുൾ ടൈം വർക്കായിരിക്കും. ഓക്കെ, ഏതായാലും നിങ്ങളിനി പോയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ഓക്കെ.